ഇന്ന് വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ തിരുസഭ കൊണ്ടാടുകയാണ്. പുണ്യവാന്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ തകർച്ചകളും പരാജയങ്ങളും കടന്നു വന്നപ്പോൾ പുണ്യവാൻ അതിനെയെല്ലാം അതിജീവിച്ചത് പരിശുദ്ധ അമ്മയോടുള്ള വലിയ മാധ്യസ്ഥം കൊണ്ടാണ്. ജപമാലയെടുത്ത് മണിക്കൂറുകളോളം മുട്ടുകുത്തി പ്രാർത്ഥിച്ച് പുണ്യവാൻ തകർച്ചകളെ അതിജീവിച്ചു. കുമ്പസാരക്കൂടുകളിൽ അനേകം മണിക്കൂറുകൾ ചെലവിട്ട് അനേകായിരങ്ങളെ ദൈവത്തിലേക്ക് അടുപ്പിച്ചു. തികച്ചും പാപത്തിൽ കുതിർന്ന ഗ്രാമത്തെ പുണ്യവാൻ സ്വർഗതുല്യമാക്കി മാറ്റി. മനുഷ്യ മനസ്സുകളിലെ പാപബന്ധനങ്ങൾ എടുത്തു മാറ്റി പുണ്യവാൻ അവരെയെല്ലാം അനുഗ്രഹമുള്ള മനുഷ്യരാക്കി തീർത്തു. പുണ്യവാൻ തൻ്റെ തകർച്ചകളെ അതിജീവിച്ചത് പരിശുദ്ധ അമ്മയോടുള്ള വലിയ ഭക്തി മൂലമാണ്. നമ്മുടെ ജീവിതത്തിലും തകർച്ചകളും പരാജയങ്ങളും കടന്നു വരുമ്പോൾ നിരാശപ്പെടാതെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം പുണ്യവാനെ പോലെ നമുക്കും തേടാം. ഇന്ന് എല്ലാ വൈദികരെയും ഓർത്ത് പ്രാർത്ഥിക്കേണ്ട ദിവസം കൂടെയാണ്. നമുക്ക് വേണ്ടി ബലിയർപ്പിക്കുകയും കൂദാശകൾ പരിക്രമം ചെയ്യുകയും നമ്മുടെ കുടുംബത്തിൽ അംഗമായി തീർന്ന് നമ്മോടൊത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നമ്മുടെ സ്നേഹമുള്ള വികാരിയച്ഛന്മാർക്ക് വേണ്ടി, സ്നേഹമുള്ള അച്ഛന്മാർക്ക് വേണ്ടി നമുക്ക് ഇന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈ വൈദികരുടെ ഒരു ആശീർവാദം നമ്മുടെ കുടുംബത്തിനുണ്ടാകാൻ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. വൈദികരുടെ പ്രാർത്ഥനയും ആശീർവാദവും ഒക്കെ ക്രിസ്തുവിൻ്റെ ആശീർവാദമാണെന്നുള്ള വലിയ വിശ്വാസം നമുക്കുണ്ടാകട്ടെ. വൈദികരെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ തമ്പുരാൻ തീർച്ചയായും നമ്മളെയും നമ്മുടെ കുടുംബത്തെയും ആശീർവദിച്ച് അനുഗ്രഹിക്കും. വിയാനി പുണ്യവാനെ പോലെ സഹനങ്ങളിലും പരാജയങ്ങളിലും പരിശുദ്ധ അമ്മയെ ചേർത്ത് പിടിച്ച് എല്ലാം അതിജീവിക്കാനുള്ള ആത്മീയ കരുത്തിൻ്റെ ഉടമകളായി നമുക്ക് തീരാം. നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടെ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹത്തോടെ നേരുന്നു. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.